അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ, സങ്കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് അത്ഭുതകരമായ ഒരു ദിക്ർ പഠിക്കാം. ഈ ദിക്ർ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. നമ്മൾക്കറിയാം, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുമെന്നും മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട 99 പേരുകളുണ്ട്. ആ 99 പേരുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും പവറുകളും ശ്രേഷ്ഠതകളുമുണ്ട് എന്ന് ആരിഫീങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഇസ്മ അത്താഴ സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അഥവാ മഹാന്മാര് പറയുന്നുണ്ട്, മങ്കാല ഫിൽ അസ്ഹാർ, നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മ അത്താഴ സമയത്ത് ഒരാൾ 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, ചൊല്ലിയതിന് ശേഷം വമസഹയദഹു, അവന്റെ മുഖത്തിനെ കൈ കൊണ്ട് തടവുകയും ചെയ്താൽ, ലം യഫ്തഖിർ അബദാ, ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട്, ഒരാൾക്ക് സമ്പത്ത് ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ സ്വാലിഹായ മക്കളുണ്ടാവാൻ ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ നീങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഇസ്മ 72 പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാണ്. ഏതാണ് ആ ഇസ്മ? മഹാന്മാര് പറയുന്നു, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. അത്താഴ സമയത്ത് ഈ മഹത്തായ ഇസ്മ 10 പ്രാവശ്യം ചൊല്ലുക. അതോടൊപ്പം മറ്റുള്ള ഏതെങ്കിലും ഒരു സമയത്ത് 73 പ്രാവശ്യവും ചൊല്ലാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രക്ഷ നൽകും. കടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മൾക്ക് രക്ഷ നൽകും. നമ്മളെ കാര്യങ്ങളിലൊക്കെ അല്ലാഹു എളുപ്പം നൽകുകയാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. അതിനർത്ഥം, ഞാൻ അത്താഴ സമയത്ത് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ 10 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്, ഇനി ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, എനിക്കിനി ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് ആരും വീട്ടിലിരിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇസ്മ ചൊല്ലുകയും നമ്മളുടെ കടങ്ങൾ വീടാൻ ഹലാലായ വഴിയിലൂടെ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കടങ്ങൾ വീട്ടാൻ അള്ളാഹു സഹായിക്കും. അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് ബറക്കത്തിന് വേണ്ടി അല്പം ഈ ഇസ്മ നമ്മൾക്ക് ചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കാം. يا باسط يا الله، 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 يا باسط يا الله. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ദാരിദ്ര്യത്തിലെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാൻ.
റഹ്മാനെ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ, അന്തസ്സുള്ള ജീവിതം നൽകണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും അകറ്റണേ അല്ലാ, എല്ലാ ഹാജത്തുകളും നിറവേറ്റി തരണേ അല്ലാ, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.